പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സ്വന്തം തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തതിനു ശേഷം മാത്രം അവർ അവരുടെ പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടതുണ്ട്. പ്രിന്റ് എടുക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. COVID-19 വളരെ രൂക്ഷമായ ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു മഹാമാരിയെ നമ്മൾക്ക് നമ്മുടെ ലോകത്തിൽ നിന്ന് തുരത്തുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ഒരു ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളും ഈ ഒരു ചാനലിൽ വരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾക്ക് കടക്കാം. പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ പൂർത്തീകരിക്കുക. മറ്റൊരു കാര്യം, ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ നമ്മൾക്ക് നോക്കാം. ഇതിൽ പറയുന്നുണ്ട് 26/4/2021 മുതൽ 4/5/2021 വരെ നിങ്ങൾക്ക് യാതൊരു തര പിഴയും ഇല്ലാതെ തന്നെ ഫൈനും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ തന്നെ 10-ാം തീയതി വരെ, അതായത് അടുത്ത മാസം 10-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ 4-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫീ അടക്കുന്നതിന് കൂടെ ഫൈനും കൂടി അടക്കേണ്ടി വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത മാസം 4-ാം തീയതിക്കുള്ളിൽ തന്നെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുകയും നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാനും ശ്രദ്ധിക്കുക. അതാണ് യൂണിവേഴ്സിറ്റി സർക്കുലറുമായി ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഫീ എത്രയാണ് ഓരോ വിദ്യാർത്ഥികളും അടക്കേണ്ട ഫീ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ BSc കോഴ്സിനാണെങ്കിൽ ഇത്തരത്തിലാണ് ഫീസ് അടക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമായി 50 രൂപയും തിയറി ഓരോ പേപ്പറിനും 80 രൂപയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സാധാരണ രീതിയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാകാറില്ല, അപ്പോൾ അതിൽ ആവശ്യമില്ല. പ്രൊജക്റ്റ് വൈവ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫസ്റ്റ് സെമസ്റ്ററിൽ ഇല്ല. അതുപോലെ തന്നെ ഗ്രേഡ് കാർഡിൻ്റെയും CV ക്യാമ്പ് ഫീയും കൂടി 70-ഉം 170-ഉം 240 രൂപ. അങ്ങനെ 240 രൂപയും 50 രൂപയും അതുപോലെ തന്നെ ഓരോ പേപ്പറിനും, ഇപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിന് 5 പേപ്പറാണുള്ളത്, 5 80 400 രൂപ. 400-ഉം ഈ ഒരു 50-ഉം 450-ഉം ഈ ഒരു 240-ഉം 690 രൂപ ആണ് വേണ്ടത്. അപ്പോൾ BSc വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ 6 പേപ്പർ ഉണ്ടാവും. അപ്പോൾ 6 80 480 ആകും. അപ്പോൾ അത്തരത്തിൽ ആകുമ്പോൾ നിങ്ങളുടെ ഫീസ് 770 രൂപ ആകുകയും ചെയ്യും. ഓക്കെ, BSc കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതാണ്. അതുപോലെ തന്നെ BCom BA കോഴ്സുകൾക്ക് ഇതേ രീതിയിൽ തന്നെ 690 രൂപയാണ് അവർ ഫീസായിട്ട് അടക്കേണ്ടത്. 50 രൂപ അപ്ലിക്കേഷൻ ഫോമും 5 പേപ്പറാണുള്ളത്. 5 പേപ്പറിന് 80 രൂപ വെച്ച് 400-ഉം 480 അതുപോലെ തന്നെ 240 രൂപ. ഈ പറയുന്ന എമൗണ്ടുകളൊന്നും അടക്കേണ്ടതില്ല, അതായത് പ്രാക്ടിക്കലും പ്രൊജക്റ്റ് വൈവയൊന്നും. അപ്പോൾ ഈ 240-ഉം ഈ പറയുന്ന 450-ഉം അങ്ങനെ 690 രൂപയാണ് BA BCom വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട ഫീയുടെ തുക എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അടയ്ക്കുന്നത് SBI കളക്ട് വഴിയാണ്.
അപ്പോൾ ആദ്യം തന്നെ ഒരു രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഫീ അടയ്ക്കാനുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീ അടച്ചുകൊണ്ട് ആ ചലാൻ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഇ ഗ്രാൻസ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എക്സാം രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫീ ഇളവ് ലഭിക്കുന്ന വിദ്യാർത്ഥികളൊന്നും ഈ പറയുന്ന രജിസ്ട്രേഷൻ ഈ സമയത്ത് എക്സാം ഫീ അടയ്ക്കേണ്ടതില്ല. അവർ നേരിട്ട് തന്നെ അവരുടെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത വിദ്യാർത്ഥികൾ, ഫീ അടയ്ക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിർബന്ധമായിട്ടും ഈ ഒരു എമൗണ്ട് നിങ്ങൾ അടച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ആ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ ഫീ അടയ്ക്കുന്നതൊക്കെ നമ്മളെ കഴിഞ്ഞ അഡ്മിഷന്റെ സമയത്തുള്ള വിശദമായ വീഡിയോ ഉണ്ട്. വേണമെങ്കിൽ ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറാം. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മുടെ ഹോം വിൻഡോയിൽ കയറാം. അതിൽ തന്നെ നമ്മൾക്ക് ഇവിടെ ഓൺലൈൻ ഫീ പേയ്മെന്റ് SBI കളക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേ ഓൺലൈൻ ഹിയർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ സെലക്ട് കാറ്റഗറി കൊടുക്കാം. എക്സാമിനേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ദ എക്സാമിനേഷൻ ഫീ ഫോർ BA BSc BCom എന്ന് കാണാം. അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഓർ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ഫസ്റ്റ് സെം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ നമ്പർ അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് CAP ID ഉണ്ടാവും. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അഡ്മിഷന്റെ സമയത്തുള്ള ആ നമ്പർ ഇവിടെ കൊടുക്കുക. നിങ്ങൾ സാധാരണ രീതിയിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, കോളേജ്, കോഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പർപ്പസ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡിഗ്രി കോഴ്സ് ഓർ പ്രോഗ്രാംസ് എന്നുള്ളതാണ്. പിന്നീട് 690 രൂപ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾ റിമാർക്ക് എക്സാം ഫീ പേയ്മെന്റിന് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തേണ്ടത്, നെറ്റ് ബാങ്കിങ് ആണോ, ഗൂഗിൾ പേ, അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ ഫീ പേയ്മെന്റ് പൂർത്തീകരിക്കുക. ഞാൻ മുഴുവൻ ഇവിടെ കാണിക്കുന്നില്ല. അത് നമുക്ക് കഴിഞ്ഞ പഴയ വീഡിയോകളിലൊക്കെ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങളുടെ ചലാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് പ്രിന്റ് എടുത്ത് കോളേജിൽ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത് പ്രിന്റ് എടുത്ത് വെക്കുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിലെ നമ്പറുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുകയും ചെയ്യുക. അത് നമ്മൾക്ക് രജിസ്ട്രേഷന്റെ സമയത്ത് ആവശ്യമുണ്ട്. ഇനിയാണ് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ട വിദ്യാർത്ഥികൾ, ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇ ഗ്രാൻസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. നേരിട്ട് തന്നെ അവിടെ എക്സാം രജിസ്ട്രേഷൻ നടപടികളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എക്സാം രജിസ്ട്രേഷൻ നടപടികളിലേക്ക് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹോം വിൻഡോയിലേക്ക് സെലക്ട് ചെയ്യുക. അതിൽ എക്സാമിനേഷൻ എന്ന് കാണാം. എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഒരുപാട് ടാബ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലായിരിക്കില്ല നിങ്ങളുടെ ടാബുകൾ ഡിസ്പ്ലേ ആവുന്നത്. പക്ഷേ ഈ എല്ലാ ടാബുകളും നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ UG കോഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. UG കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓരോ സെമ്മിൻ്റെയും ഫസ്റ്റ് സെമ്മ് BA BSW. അപ്പോൾ അവർ BA കുട്ടികളാണെങ്കിൽ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് സപ്ലിമെന്ററി കുട്ടികളാണ്, റെഗുലർ കുട്ടികൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ BSc കുട്ടികളാണ് ഇവിടെയാണ് ചെയ്യേണ്ടത്. അവിടെ BSc എന്നൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു BComന്റെ ഒരു കുട്ടിയുടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെം BCom എന്ന് ഇവിടെ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തേണ്ട CAP ID, ഇത് നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറാണ് CAP ID എന്ന് പറയുന്നത്. അത് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യപ്പെട്ടതായിട്ട് കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരിക. അതിനുശേഷം പേപ്പർ ഡീറ്റെയിൽസ് ആണ്. ഇത് ഓൾറെഡി ഇവിടെ പേപ്പർ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ അതിനനുസരിച്ചുള്ള പേപ്പർ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ ആ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. കറക്റ്റായ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് നോക്കുക. അതെല്ലാം നിങ്ങൾ സാധാരണ രീതിയിൽ എല്ലാ കുട്ടികൾക്കും അത് കറക്റ്റായി തന്നെ വരും. അപ്പോൾ ഇവിടെ കറക്റ്റായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ടിക്കൊക്കെ കാണാം. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ അല്ലെങ്കിൽ അത് അവിടെ അൺടിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ പേപ്പറാണ്, ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയാണ് പേപ്പർ ഉള്ളത്. 5 പേപ്പറാണുള്ളത് BComന്. അപ്പോൾ ഇത് ആദ്യത്തെ ഇംഗ്ലീഷാണ് 2 പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇവിടെ വരുന്നത്. മലയാളമാണ് ഈ കുട്ടി എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ 2 സബ്ജക്റ്റ് പേപ്പറാണുള്ളത്. അപ്പോൾ ആ 2 പേപ്പറുകൾ അവിടെ കാണാം. അതിനുശേഷം നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ ഫീ അടച്ച ഓൺലൈനായിട്ട് ഫീ അടച്ച ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എമൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴാണ് ഡേറ്റ് കൊടുത്തത് അത് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ചലാൻ നമ്പർ, ഒരു DO നമ്പർ ഉണ്ട്, അത്
ഇവിടെ കൊടുക്കുക. നെയിം ഓഫ് ട്രഷറി ഓർ സെന്റർ ഓഫ് റെമിറ്റൻസ് അതെന്താണ് അതിലുള്ളത് അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുക. ഇനി ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല, നേരിട്ട് തന്നെ അവർക്ക് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അഥവാ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ സബ്മിറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ 0 ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യൂ ചെയ്തതിന് ശേഷം അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അത് പ്രിന്റ് എടുത്ത് വെക്കുക. പ്രിന്റ് എടുത്തിട്ട് അത് നമ്മുടെ കോളേജിൽ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് പ്രിന്റ് എടുത്ത് അതിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, രജിസ്ട്രേഷനുമായി പറയുമ്പോൾ നമ്മളിവിടെ ക്യാപ് ID എടുത്തു, നമ്മളത് സബ്മിറ്റ് കൊടുത്തു, നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അവിടെ വീണ്ടും സബ്മിറ്റ് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ചെയ്യുവാനുള്ളത്. ഇത്ര മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ചെയ്തതിന് ശേഷം നിങ്ങളത് നിർബന്ധമായിട്ടും പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നേരത്തെ ചലാൻഡും ചെയ്ത പോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ പിന്നീട് പുറത്തു പോകുമ്പോൾ അവിടെ നിന്ന് പ്രിന്റ് എടുത്ത് അതിലുള്ള ഫോട്ടോ ഒട്ടിച്ച് നിങ്ങൾ നൽകുക. അപ്പോൾ ഈ പറയുന്ന അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിലാണ് കോളേജിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്. നമ്മൾക്കറിയാം ഇപ്പോൾ COVID-19 വളരെ രൂക്ഷമായ ഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നടക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ പറ്റുന്നതൊക്കെ ചെയ്യുക, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ചിലപ്പോൾ നമ്മളെ വീടുകളിൽ പ്രിന്റർ ഉണ്ടാകില്ല, പക്ഷെ നമ്മൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഒരു ദിവസം നിങ്ങൾ തിരക്കില്ലാത്തൊരു സമയം നോക്കി പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് വരിക. പ്രിന്റ് എടുത്ത് വന്നതിന് ശേഷം ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കോളേജ് ഓഫീസിൽ ഇത് ഏൽപ്പിക്കുക. അപ്പോൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ തന്നെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടം കൂടി നിൽക്കാതെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക. ഇത്തരം നല്ല രീതിയിൽ തന്നെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഒരു മഹാമാരിയെ നമുക്ക് തോൽപ്പിക്കുവാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന എക്സാം രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ പ്രിന്റ് എടുക്കുക, ഫോട്ടോ ഒട്ടിക്കുക, സൈൻ ചെയ്ത്, അതേപോലെ തന്നെ നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ചലാന്റെ കോപ്പി അതിന്റെ കൂടെ വെക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതുവരെയും യൂണിവേഴ്സിറ്റിക്ക് ഈ പറയുന്ന മെട്രിക്കുലേഷൻ ഫോമും റെക്കഗ്നൈസേഷൻ ഫോമും നൽകിയിട്ടില്ല. അതും കൂടി ഈ ഒരു കൂട്ടത്തിൽ നിങ്ങളുടെ ഓഫീസിൽ നൽകുക. അപ്പോൾ ആ 2 ഫോമിന്റെയും ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കോളേജിൽ കൊടുക്കുക. ഇത് മെട്രിക്കുലേഷന്റെ ഫോമാണ്. ഇവിടെ നിങ്ങൾ SLCയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതുക, കറക്റ്റായിട്ട് SLC സർട്ടിഫിക്കറ്റ് നോക്കി എഴുതുക. ഈ കാര്യങ്ങൾ ഇവിടെ ഒരു സംശയം വരും, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് അപ്ലിക്കന്റ് സ്റ്റഡിഡ് ലാസ്റ്റ്, അവിടെ സൈൻ ആവശ്യമുണ്ടോ എന്ന്. നിങ്ങൾ സൈൻ വാങ്ങണമെന്നില്ല, ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ സൈൻ വാങ്ങണമെന്നില്ല. ഇവിടെ നിങ്ങൾ ബ്ലാങ്കായി വിട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ കോളേജിൽ ഏൽപ്പിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഫോമാണ് റെക്കഗ്നേഷൻ ഫോം. ഇത് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഈ 2 ഫോം എന്ന് പറയുന്നത്. ഈ ഫോമിലും നിങ്ങളുടെ +2 ലെവലിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ചിട്ട് എഴുതുക. എന്നിട്ട് അതും കൂടി സൈൻ ചെയ്തിട്ട് ഈ പറയുന്ന റെക്കഗ്നേഷൻ ഫോമും അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ ഫോമും അതുപോലെ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്ത ഫോമും അതേപോലെ തന്നെ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ഫീ അടിച്ച ചലാന്റെ റിസീപ്റ്റും പിന്നെ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ കോളേജ് ഓഫീസിൽ ഈ പറയുന്ന തീയതിക്കകം നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈൻ ഫീ പേയ്മെന്റ് നടത്തുക. ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ അത് നടത്തേണ്ടതില്ല, ഡയറക്റ്റ് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനിലേക്ക് പോകാം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് പ്രിന്റ് എടുത്ത് അവിടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് വെക്കുക. അതുപോലെ തന്നെ ചലാന്റെ കോപ്പി പ്രിന്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ ഫോമും അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ ഫോമും കയ്യിൽ വെക്കുക. ഇതൊക്കെ ഫില്ല് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും വെച്ചുകൊണ്ട് നിങ്ങളുടെ കോളേജ് ഓഫീസിൽ ഏൽപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഒക്കെ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പ്രിന്റ് എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പുറത്തു പോവുക. പുറത്തു പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ പുറത്തു പോകാൻ.
ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ഒരു പേടിയും വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം രജിസ്ട്രേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുകയും നമ്മൾക്ക് ഈ പറയുന്ന കെട്ടകാലം അവസാനിച്ചതിന് ശേഷം നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇനി പഠിക്കുന്ന ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ഈ ഒരു ചാനലിലൂടെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ അക്കാദമിക്കുമായും അല്ലാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. ഈ ഒരു മഹാമാരിയെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.